ഹലോ ഗൈസ്, നമ്മളിന്ന് ഫിസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റ് പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ ആദ്യം നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഗൈസ്, നമുക്ക് ന്യൂ ഇയർ പിക്ക് തന്നെ തുടങ്ങാം. 2 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് തേർഡ് അക്കൗണ്ട് ആയതുകൊണ്ട് ഗൈസ് ഞാൻ എന്തായാലും ടോക്കൺ എടുക്കാമെന്ന് വെച്ചിരിക്കുന്നത്. ഗൈസ്, നമ്മൾ പ്രീമിയർ ലീഗിൻ്റെ ടോക്കൺ. സോ അത് ചെയ്ത് നമുക്ക് സ്റ്റാർ സ്കൗട്ടിൻ്റെ വീഡിയോ ഇടാൻ പറ്റും. ഈ സ്റ്റാർ സ്കൗട്ടിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. ഗൈസ്, നിങ്ങൾക്ക് ഈ ബാഡ്ജ് പിക്കുന്നോ അല്ലെങ്കിൽ ഷാർട്ട് പിക്കുന്നോ ഈ വീക്കിന്ന് എന്താണ് കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഒരു ബാഡ്ജ് പിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് വെച്ചിട്ടൊരു ഷാർട്ട് പിക്ക് കൂടി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഗൈസ് അടുത്ത അക്കൗണ്ടിലോട്ട് പോകാം. ഓക്കെ, എന്തായാലും നല്ലത് ലോറിസിൻ്റെ കാർഡ് തന്നെയാണ്, നമുക്കതെടുക്കാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് പോയിട്ട് ഷാർട്ട് പിക്ക് ചെയ്യാം ഗൈസ്. ഷാർട്ട് പിക്കിലെങ്കിൽ നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. ഷാർട്ട് പിക്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എല്ലാത്തിനും ഈ പ്രീമിയർ ലീഗിൻ്റെ ടോക്കൺ ഉണ്ട്. ഇത് വെച്ച് സ്റ്റാർ സ്കൗട്ടിൻ്റെ എന്തായാലും ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ അങ്ങനത്തെ സംഭവത്തിനൊന്നും ആവശ്യമില്ല ഇത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. നല്ല എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു. ഓക്കെ, 3500 ടോക്കൺ ഉണ്ട്. നമുക്ക് എന്തായാലും അതെടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ബാക്കി എല്ലാത്തിലും ടോക്കണൊക്കെ എടുത്തുകൊണ്ട് ഇതിനകത്തും ടോക്കൺ തന്നെ എടുക്കാം. ഓക്കെ, നമ്മൾ സെക്കൻഡ് അക്കൗണ്ട് ഇട്ടുണ്ട്. സെക്കൻഡ് അക്കൗണ്ടിലും ന്യൂ ഇയർ പിക്ക് തന്നെയാണ് ഈ തുടങ്ങുന്നത്. കാരണം ഇതിനകത്ത് നിന്ന് നല്ലത് എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ. ഓക്കെ, നമുക്കെന്തായാലും 2500 ജെമ്മും അതുപോലെ തന്നെ ഒരു 3000 ടോക്കൺ എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ബാഡ്ജ് പിക്കും കുറേ ചെയ്യാം, ഷാർട്ട് പിക്കും ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാഡ്ജ് പിക്കും തന്നെ തുടങ്ങാം. ഇതിനകത്ത് 12,000 സംതിങ് ടോക്കൺ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, നമുക്ക് ബാഡ്ജ് പിക്ക് എന്തായാലും 5 എണ്ണം ചെയ്യാം. അതുപോലെ തന്നെ ഷാർട്ട് പിക്കും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ടോക്കൺ വേണോ ഗീസ്? നമുക്ക് പ്ലെയറിന് എടുക്കാം ഗീസ്. എന്തായാലും ഈ ഒരു പ്രാവശ്യം പ്ലെയർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് നോക്കിയിട്ട് ഗീസ് നമുക്ക് ടോക്കൺ എടുക്കണോ എന്താ വേണ്ടത് നോക്കാം. ഓക്കെ, ഏതാ നല്ലതെന്ന് നോക്കിയിട്ട്. ഓക്കെ, 500 ടോക്കൺ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും 500 ടോക്കൺ എടുക്കാം. അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ചിൽവെല്ലിൻ്റെ കാർഡിനെക്കാട്ടും അതായിരിക്കും ഗീസ് കുറച്ചൊരു ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ 500 ടോക്കൺ എടുക്കാം. ഗീസ്, നിങ്ങൾക്ക് ഇതിനകത്ത് ബാഡ്ജ് പിക്കുന്ന ഹൈയസ്റ്റ് എത്രയാണ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും. ഓക്കെ ഗീസ്, വീണ്ടും ഓക്കെ 1000 വന്നിട്ടുണ്ട്. 1000 എടുക്കുക. ഡബിൾ തന്നെയാണ് ഗീസ്. ഇനിയും ഗീസ് 2 എണ്ണം ഉണ്ട്. നമുക്ക് നല്ല ലക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഈ അക്കൗണ്ടിൽ. ഓക്കെ, അടുത്തതിൽ 1000 തന്നെയാണ് ഗീസ്. ഓക്കെ, ഇതിനകത്ത് കുറച്ചധികം സമ്പാദിക്കാൻ തോന്നുന്നു. ഷാർട്ട് പിക്കൊന്നും കൂടി റെഡി ആയിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും 500 ടോക്കൺ എടുക്കാം. ഇനി നമ്മൾ ഫ്രീ പിക്കും കൂടി ചെയ്തിട്ട് നമുക്ക് ഷാർട്ട് പിക്ക് ചെയ്യാം ഗീസ്. കർവഹാലിൻ്റെ കാർഡാണ് ബെറ്റർ. ഇനിയിപ്പം വേണമെങ്കിൽ നമുക്കൊരു 250ൻ്റെ ഡെയിലി പിക്ക് കൂടി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാർട്ട് പിക്കിലോട്ട് അടക്കാം. ഓക്കെ, ഇതിനകത്ത് 300 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഡബിൾ തന്നെയാണ് ഗീസ്. നമുക്കിനിയിപ്പോൾ ഷാർട്ട് പിക്കാണ് ബാക്കിയുള്ളത്. ഷാർട്ട് പിക്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും ആവശ്യത്തിന് ടോക്കൺ ഉണ്ട്. ഓക്കെ ഗീസ്, ഇതാണെന്ന് ഗീസ് നമ്മളെ തേർഡ് അക്കൗണ്ട്. ആദ്യം ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിലായിരുന്നു. ഓക്കെ, 3500 ടോക്കൺ ഉണ്ട് ഗീസ്. ഡബിൾ തന്നെയാണ് ഗീസ്. നമുക്കിനി എല്ലാം കൂടി ഒന്ന് ക്ലെയിം ചെയ്യാം ഗീസ്. ഇനി ഇങ്ങനെ എക്സ്ട്രാ ടൈമിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഗീസ് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക, നമ്മൾ നോക്കുന്നതായിരിക്കും. 6800 ടോക്കൺ ഗീസ് മൊത്തം കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഗീസ്, നമ്മളെന്തായാലും നമ്മളെ മെയിൻ അക്കൗണ്ട് വന്നിട്ടുണ്ട്. മെയിൻ അക്കൗണ്ടിൽ ന്യൂ ഇയർ പിക്കുന്ന ഗീസ് ഞാൻ ഉദ്ദേശിക്കുന്ന ടോക്കൺ എടുക്കാമെന്നാണ്. കാരണം എൻ്റെ അടുത്ത് അല്ലാണ്ട് ഷാർട്ട് പിക്കിനുള്ള ടോക്കൺ സെറ്റ് ചെയ്യാനുള്ള പ്ലെയേഴ്സൊന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഗീസ് നമുക്ക് എന്തായാലും ഇതെടുക്കാം. സോ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗീസ്. ഏകദേശം 10K ആണ്. കാരണം നമ്മളെ മെയിൻ അക്കൗണ്ടിൽ ഷാർട്സിൻ്റെ ആവശ്യമുണ്ട് ഗീസ്. ഞാൻ ഓൾറെഡി 1250 ഷാർട്സ് കൊടുത്ത് ഡ്രോഗ്ബനെ എടുത്തു. ഫസ്റ്റ് വീക്കിൽ തന്നെ അല്ല, ഡ്രോഗ്ബ വന്ന വീക്കിൽ, കഴിഞ്ഞ വീക്കിൽ തന്നെ എടുത്തു. ഓക്കെ, 60 ഷാർഡാണ് ഗീസ്. അടുത്തേയും കൂടി നോക്കാം. ഓക്കെ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഷാർട്സ് ആവശ്യമാണ്. നല്ലൊരു റൈറ്റ് ബാക്കിന് എടുക്കാം ഗീസ്. ഞാൻ റീസേ ജെയിംസിനെയാണ് നോക്കുന്നത്. ആർക്കെങ്കിലും റീസേ ജെയിംസിന് എന്തെങ്കിലും നല്ല പ്ലെയറാണോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. എങ്ങനെയുണ്ട് കാർഡ് എന്നൊക്കെ. ഓക്കെ, നമുക്ക് മൊത്തം 80 ഷാർഡ് കിട്ടിയിട്ടുണ്ട് ഗീസ്.